നിങ്ങൾക്ക് വില തരാത്ത സ്ഥലങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ മാറിക്കൊടുക്കുക. ആ ഇടങ്ങൾ നമ്മുടേതല്ല. എത്ര പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കാം? ചില ഇടങ്ങളിൽ നമ്മളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഇടങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ രീതിയിലുള്ള ഇങ്ങനെയൊരു ഒറ്റപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും, നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും, കോളേജുകളിലും, നമ്മുടെ ജോലി സ്ഥലത്തുമൊക്കെ പലരും പലവിധമായ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ്. ഒരു വിലയും തരാത്ത ആളുകളുണ്ട്. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരാജയമുണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ കഴിവില്ലാത്തവനെന്നൊരു ചിന്തയായിരിക്കാം നമ്മളെ മാറ്റി നിർത്തുന്നത്. ചിലർക്ക് കഴിവില്ല, ചിലർക്ക് പണമില്ല, ചിലർക്ക് സൗന്ദര്യമില്ല, ചിലർക്ക് ആരോഗ്യമില്ല. അങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾ വെച്ച് നമ്മളെ മാറ്റി നിർത്തുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരിക്കലും നമ്മുടെ പരാജയമാണെന്ന് നമ്മൾ കരുതരുത്. ഇങ്ങനെ മാറ്റി നിർത്തുന്ന വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹമുണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുവാൻ നിൽക്കരുത്. നമ്മൾ മാറി നിൽക്കണം. എന്നാൽ ഈ മാറി നിൽക്കുന്ന സമയം നമ്മുടെ കഴിവ് ഏതെന്ന് ഈ ലോകത്തോട് അറിയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശീലിപ്പിക്കണം. ഞാൻ കഴിവില്ലാത്തവനല്ല, ഞാൻ കഴിവുള്ളവനാണെന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനു വേണ്ട കാര്യങ്ങൾ മുഴുവനും നമ്മൾ സ്വയമായി തീരുമാനമെടുക്കണം, സ്വയമായി അതിനുവേണ്ടി അഭ്യസിപ്പിക്കണം. എപ്പോഴാണ് നാം സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, ആ സമയത്ത് ഞാൻ ഒരു വ്യത്യസ്തനാണെന്ന് കാണുന്ന തലത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അത് എങ്ങനെയാണ് നാം അഭ്യസിപ്പിക്കേണ്ടത്? നോക്കണം. ഒരിക്കലും വിഡ്ഢികളുടെ വാക്കുകൾ നമ്മൾ കേൾക്കരുത്. വിഡ്ഢികൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം മാത്രമേ കൊണ്ടുവരികയുള്ളൂ. എന്നാൽ ബുദ്ധിമാന്മാർ ഈ ലോകത്തുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കണം. അവരുടേതായ പ്രവർത്തനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം. അവരെങ്ങനെയാണ് സമൂഹത്തിൽ വിജയിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൂടുതലായി വിജയത്തിലേക്ക് എത്തുന്നത്. ഒരു രഹസ്യ അറയിൽ നിന്നുകൊണ്ട് ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു യോദ്ധാവിനെ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. ഞാൻ ജീവിതത്തിലായിരിക്കുമ്പോൾ എപ്പോഴാണ് എന്നെ ആക്ഷേപിക്കുന്നവർ കടന്നു വരുന്നത്, അവിടെയെല്ലാം ഞാൻ മാറി നിന്നുകൊണ്ട് ഇനിയും അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനൊരു യോദ്ധാവായി പ്രത്യക്ഷപ്പെടുമെന്നുള്ളൊരു ദൃഢനിശ്ചയമായിരിക്കണം നമ്മളെ ബലപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ലിസണിങ് എന്ന് പറഞ്ഞ വാക്ക്, കേൾവി എന്ന വാക്ക്, ഒരിക്കലും വിഡ്ഢികളിൽ നിന്ന് ഒരിക്കലും നമ്മൾ കേൾക്കുവാൻ ശ്രമിക്കരുത്. പകരം ഒരു ബുദ്ധിമാനിൽ നിന്ന് മാത്രമേ നമ്മുടെ ചെവി കേൾവിക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പാടുകയുള്ളൂ. അങ്ങനെയുള്ളവന് മാത്രമേ വിജയത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. പലപ്പോഴും മൊബൈലിൽ അഡിക്ഷനായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം എൻ്റർടൈൻമെൻറ്റ്, സിനിമകളും മറ്റു കാര്യങ്ങളും മറ്റു കോമഡികളും മറ്റ് ശീലങ്ങളുമൊക്കെ ഉള്ള ആളുകളുണ്ട്. അതിൽ നിന്നെല്ലാം വിമോചിതനായി എനിക്ക് വിജയം കണ്ടെത്തുവാൻ എനിക്ക് ഇതൊന്നുമല്ല വേണ്ടത്, എനിക്ക് വിജയം കണ്ടെത്തുവാൻ നല്ല കേൾവിയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് കേൾക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിനക്ക് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ നീ ശ്രമിക്കുക. നിൻ്റെ അഭിരുചിയുള്ള ഒരു നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ നീ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിനക്ക് എന്തും അച്ചീവ് ചെയ്യുവാൻ, എന്തും സാധിച്ചെടുക്കുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. ഒരു ടീം നിനക്ക് അവകാശപ്പെട്ടതാണ്. ഒരു സാധാരണ ടീമല്ല നിനക്ക് വേണ്ടത്. നിന്നെപ്പോലെ ചിന്തിക്കുവാനും, നിന്നെപ്പോലെ കേൾക്കുവാനും, നിന്നെപ്പോലെ തന്നെ രഹസ്യത്തിലിരുന്നു കൊണ്ട് ഒരു സമയത്ത് യോദ്ധാവിനെ പോലെ പുറത്തിറങ്ങാൻ കഴിവുള്ള ചില ടീമിനെ നീ തന്നെ ശേഖരിക്കണം. ആ ഒരു ടീമിനോടൊപ്പം തന്നെ ആയിരിക്കണം നിൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയുള്ളൊരു കൂട്ടുകാരെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെയാണ് നിൻ്റെ വിജയം സുനിശ്ചിതമാകുന്നത്. അല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് ഒരു നല്ലൊരു വിജയത്തിലെത്തുവാൻ കഴിയുകയില്ല. നമ്മുടെ വിജയം മറ്റുള്ളവർ, നമ്മളെ ആക്ഷേപിച്ചവർ, നമ്മളെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ എനിക്കിങ്ങനെ സാധിക്കുമെന്ന് മറ്റുള്ളവരെ കാണിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറണം. മറ്റുള്ളവർ ആക്ഷേപിച്ച് നമ്മൾ ഒറ്റപ്പെടുത്തിയവർ എല്ലാവരും വിളിച്ചു വരുത്തി ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്, ഇവൻ എന്നോട് കൂടെയുള്ളവനാണെന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാൻ
നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറെടുക്കണം. നമ്മുടെ വിജയം നമ്മുടെ മനസ്സിലാണ് ഉള്ളത്. മനസ്സിനെ ശക്തിപ്പെടുത്തുക, മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക, മനസ്സിനെ മാറ്റുക. രഹസ്യ അറയിൽ നിന്നുകൊണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു യോദ്ധാവിനെ പോലെ രഹസ്യ അറയിലിരുന്നു കൊണ്ട് ചിലത് പഠിക്കുവാനും ചിലത് ശ്രവിക്കുവാനും ചിലത് അഭ്യസിപ്പിക്കുവാനും ശ്രമിക്കുക. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.